അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്ത് നിൽക്കാൻ. അദ്ദേഹം പുറത്തിറങ്ങി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി പൊക്കാൻ പറഞ്ഞു. ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് MP യോട് പെരുമാറിയത്. ഡിക്കി പൊക്കാൻ പറഞ്ഞു. തന്റെ വണ്ടിയുടെ ഡിക്കി പൊക്കാൻ പറഞ്ഞു. ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട്. എന്നിട്ട് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു. അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ആ വീഡിയോ പലതവണ എടുത്ത് പരിശോധിച്ചു. പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ ഉണ്ട് നമുക്ക്. അതിൽ ഇവർ 4 പേരും അടങ്ങുന്ന വാഹനം ഇന്നോവയാണെന്ന് തോന്നുന്നു. അത് വരുന്നു. ഡ്രൈവർ സീറ്റിൽ ഷാഫി പറമ്പിൽ ഇരിക്കുന്നു. വണ്ടി നിർത്തുന്നു. ഷാഫി പറമ്പിൽ പുറത്തിറങ്ങുന്നു. ആദ്യം ഷാഫി പറമ്പിലാണോ അല്ലെങ്കിൽ അവിടെ ആരാണുള്ളത് എന്നത് നോക്കി ടോർച്ച് അടിച്ച് ഓടിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ പറയുന്നത് ടോർച്ച് അടിച്ച് രാത്രിയാണ്, 11 മണി കഴിഞ്ഞു. ആ വാഹനത്തിനുള്ളിൽ ആരാണ് എന്താണ് എന്ന് ഉദ്യോഗസ്ഥർ ടോർച്ച് അടിച്ചാണ് നോക്കുക. അതല്ലാതെ കമ്പടിച്ചല്ലോ കുത്തിയല്ലല്ലോ നോക്കുന്നത്. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുന്നു. ടോർച്ച് അടിച്ച് നോക്കുന്നതിൽ തങ്ങൾക്ക് പെട്ടെന്ന് ഈഗോ ഹർട്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു ഈഗോ ഹർട്ടാണ്. ജനങ്ങൾ കൽപ്പിച്ചു നൽകുന്ന അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ, എല്ലാ ജനപ്രതിനിധികൾക്കും. ഇപ്പോൾ നമ്മൾ ചാനലിൽ വന്ന് 10 വാചകം പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം നമ്മളെ അറിയണമെന്നുണ്ടോ? നമ്മളിത് ആൾക്കാർ പോകുന്ന സമയത്ത് എല്ലാ രേഖകളും ചോദിക്കും. ഇതെല്ലാം ഊരി വെച്ച് നമ്മൾ രേഖകളുമായിട്ട് അവിടെ ചെല്ലും. രേഖകളില്ലെങ്കിൽ നമ്മൾ പിഴയടച്ചു പോകും. അതാണ് രീതി. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ നിയമം നിലവിലിരിക്കുന്ന രാജ്യമല്ലേ? അവിടെ എന്താണ് ജനപ്രതിനിധിക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളത്?